സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക് ആക്ച്വലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ജാനുവരി 2024 എക്സാമിന് ആക്ച്വലി 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിനുള്ള പ്രാധാന്യം നിങ്ങളപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് മെയിൻലി പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2 അങ്ങനെ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഏരിയയിൽ ആക്ച്വലി IFRS ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. IFRSൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സ്പെസിഫിക്കലി ASൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ എന്തിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് അവരുടെ എന്താണ് അവരുടെ ഓർഗനൈസേഷൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അസറ്റ്സ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, അങ്ങനെ ഓവറോൾ ഇൻഫർമേഷൻ, അവരുടെ ഒരു പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആക്ച്വലി കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ കാര്യം റെക്കോർഡ് ചെയ്യാൻ പല രീതികളുണ്ട്, പല ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പല ഓൾട്ടർനേറ്റീവ്സ് എല്ലാവരും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാനോ ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ ഒരുപോലെ, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു സെയിം ബേസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കമ്പാരിസൺ ഈസി ആകുന്നത്, അല്ലേ? ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കമ്പനിയും ഓരോ രീതിയിൽ അത് ചെയ്തു വെച്ചാൽ അവിടെ കമ്പാരിസൺ ഡിഫിക്കൽട്ട് ആവുകയാണ്, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. സോ അതിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നത്. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് എസ് വിത്ത് എ ഫ്രെയിം വർക്ക് ഫോർ ദിസ് റെഗുലേഷൻ. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബേസിക്കലി ഈ പറഞ്ഞ പർപ്പസ് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ ഒന്ന് ഹാർമണൈസ് ചെയ്ത് അതിനെ ഒരുപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, കമ്പയറബിലിറ്റി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ടു റെഡ്യൂസ് ദ അക്കൗണ്ടിങ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് റാഷണാലിറ്റി. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സ് പല രീതിയിൽ യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ആ ഒരു കോംപ്ലിക്കേഷനെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ എയിംസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാം. ട്രാൻസ്പെറൻസി, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുക, റിലയബിൾ ആക്കുക, കൺസിസ്റ്റൻസി കൊണ്ടുവരിക, കമ്പാരബിലിറ്റി കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇപ്പോൾ സെറ്റ് എക്സാംസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടേമുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ,
സോ ജനറലി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡർഡൈസേഷൻ ക്രിയേറ്റ് ചെയ്യുക, നോൺ കമ്പയറബിലിറ്റി ഒക്കെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ബേസിക്കലി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇനി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ധാരാളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റ് ഏരിയാസ് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾക്കൊരു 10 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഒരു 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡോ ഒക്കെ വെച്ച് പഠിക്കാം. അങ്ങനെ പതുക്കെ പഠിക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ഇത് രജിസ്റ്റർ ആയിക്കോളും. നമ്മൾ ഒരു ദിവസം ഇതിന് വേണ്ടി തന്നെയൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ പിന്നീട് മറന്നു പോകുന്നത്. സോ ഇതൊക്കെ നമുക്കൊരു പ്രാക്ടീസ് വഴി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നൊരു കാര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പോലുള്ള ഏരിയാസ് പഠിക്കുമ്പോൾ മാക്സിമം അത് റിവൈസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 is about disclosure of accounting principles, policies. Accounting standard 2 is about valuation of inventories. 3 is about cash flow statement. 4 contingencies and events occurring after balance sheet date. 5 prior period and extraordinary items and change in accounting policies. Accounting standard 6 is about depreciation accounting. ഇപ്പോഴതില്ല എങ്കിലും ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. 7 is about accounting for construction contract. 9 revenue recognition. 10 accounting for fixed assets, വളരെ പ്രധാനപ്പെട്ടതാണ്. 11 accounting for effects of changes in foreign exchange rate. And 12 is about government grants, again important ആണ്. 13 investment. 14 amalgamation, നമ്മൾ അമാൽഗമേഷനെ കുറിച്ചൊക്കെ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളതാണ്. Then 15 is about accounting for retirement benefits in the financial statement of employers. And accounting standard 16 is about borrowing cost. 17 segment reporting, again important. 18 related party disclosure. 19 leases, again വളരെ പ്രധാനപ്പെട്ടാണ്, കാരണം ലീസിംഗ് ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. EPS 20, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 21 consolidated financial statement, again important ആണ്. 22 taxes on income. 23 accounting for investment in associates in consolidated financial statement. 24 is about discontinuing operation. 25 is about interim financial reporting. 26 is about intangible asset, again important ആണ്. 27 reporting of interest in joint ventures. And then 28 is about impairment of assets, important ആണ്. 29 വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റി, അസറ്റ്സ് പോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 30, 31, 32 ഒക്കെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 30 റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ്, 31 ഇറ്റ്സ് അബൌട്ട് പ്രസന്റേഷൻ ആൻഡ് 32 ഇസ് അബൌട്ട് ഡിസ്ക്ലോഷർ. അപ്പോൾ ഇതെല്ലാം തന്നെ പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത്. നിങ്ങൾ മാക്സിമം അറ്റ്ലീസ്റ്റ് നമ്മളോട് പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്നതെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ ഈ പറഞ്ഞാൽ ഇന്നും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. എനിവേ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. സോ ജാനുവരി 2024 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, സ്പെസിഫിക്കലി നിങ്ങൾക്കൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടേം തന്നിരിക്കുകയാണ്, ഇത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെഗ്മെന്റിങ് റിപ്പോർട്ടിംഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഡയറക്റ്റ്ലി ഓൾറെഡി പറഞ്ഞതാണ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 ആണ്. അപ്പോൾ ഇതുപോലെ ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെന്റ് ഗ്രാൻസ് തന്നിട്ട് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെപ്പറേറ്റ്ലി തരാം. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 അതെന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾ എന്നും അതൊന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 ലിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3-4 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ തന്നിട്ടുണ്ട്. ഇവിടെ മാച്ച് ചെയ്യാൻ ഇവിടെ നമുക്ക് കുറച്ച് റിസ്ക് കുറവുണ്ട്. കാരണം ഇവിടെ 1-2 എണ്ണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓപ്ഷൻസ് വെച്ച് നമുക്കത് കമ്പൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സ്പെസിഫിക്കലി ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ടെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എനിവേ നമുക്കിവിടെ നോക്കാം. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ഏർണിംഗ് പെർ ഷെയർ. സോ നമുക്ക് C1 എന്ന് കിട്ടി. സോ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരിക. C1 എന്നുള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. സോ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 ഏർണിംഗ് പെർ ഷെയർ ആണ് കിട്ടി. നൗ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 നമുക്ക് എന്തുമായിട്ട് മാച്ച് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഈസ് അബൌട്ട് ഗവൺമെന്റ് ഗ്രാൻസ്. അപ്പോൾ A2 അതുപോലെ C നമുക്ക് 1 എന്ന് കിട്ടി അല്ലേ. ദെൻ ലീസസ് നമുക്ക് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ലീസസ് about 19, that is B4. ആൻഡ് ഫൈനലി ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് നമുക്ക് ഏതുമായിട്ട് മാച്ച് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 20 A2 ആയിട്ട് മാച്ച് ചെയ്യാം. സോ ഓപ്ഷൻസ് എങ്ങനെ വരും? A2, B4, C1, D3. സോ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ B.
അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസും അതോടൊപ്പം ആ ഏരിയ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതുമാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ കാണാം ഈ കഴിഞ്ഞ എക്സാമിന് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പും ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ, കാരണം നമുക്ക് ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട് ഇവിടെ. സ്റ്റിൽ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ പഠിക്കണം. അതോടൊപ്പം IFRSും പഠിക്കണം. IFRSിൽ നിന്നും ചോദ്യം ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിരുന്നു. എനിവേ നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഏരിയ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് നല്ല രീതിയിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.